നമസ്കാരം, എല്ലാവർക്കും Sonu'sVlogലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നല്ലൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചക്കയുടെ സീസണല്ലേ, അതുകൊണ്ട് തന്നെ ചക്ക വെച്ചിട്ടുള്ളൊരു മോര് കറിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു കോമ്പിനേഷനാണ് സ്പൈസി കറികളുടെ കൂടെ. അപ്പൊ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിക്ക് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കപ്പോ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു 5-6 ചക്കച്ചോളി എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ മാറ്റി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചേക്കാനാണ്. നല്ല പഴുത്തതാണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം മധുരമുള്ളതായിരിക്കണം. അപ്പോൾ നമ്മൾ ചക്കച്ചോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വേവിക്കാൻ വെക്കാം. വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2-3 ചെറിയ ഉള്ളി കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇതിലേക്ക് ഞാൻ 1 നുള്ള് കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. 1 നുള്ള് ചേർത്താൽ മതി, നല്ലൊരു ഫ്ലേവർ ആണ്. അപ്പൊ നമുക്ക് എല്ലാം കൂടി വന്നിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 1.5 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വെളുത്തുള്ളി, ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്കായിട്ട് വേണ്ടത് തൈരാണ്. അപ്പൊ തൈര് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് പോകുന്നതിന് വേണ്ടിയിട്ട് വെക്കാം. ഇതിലേക്ക് 2 സ്പൂൺ തൈര് എടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ കട്ടകളൊക്കെ മാറ്റി ഉടച്ചെടുക്കാം. നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ അത് ഇത്തിരി കൂടെ അഴഞ്ഞു പോകും, ലൂസായി പോകും. അതുകൊണ്ടിട്ട് ഞാനിപ്പോ വിസ്ക് വെച്ചിട്ട് ഉടച്ചാണ് എടുക്കുന്നത്. നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട്. നമുക്ക് സ്പൂൺ വെച്ച് പതിയെ ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒട്ടും തണുപ്പില്ലാത്ത തൈര് വേണം കേട്ടോ നമ്മൾ ചേർക്കാൻ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാം. മധുരം കുറവാണെങ്കിൽ 1 നുള്ള് പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തത് നല്ല ചക്കയ്ക്ക് നല്ല മധുരമുള്ളതായതുകൊണ്ടിട്ട് ഞാനിപ്പോൾ എക്സ്ട്രാ മധുരം ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. നമുക്കിനി കടുക് താളിക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം.
1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ശരിക്കൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. വട്ടത്തിൽ കണ്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ, ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്നു വന്ന ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമ്മൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ കറിക്ക് നല്ല മഞ്ഞ കളർ വേണമെങ്കിൽ നമ്മളിത് ചേർക്കണ്ട. ഞാൻ റെഡിഷും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. അപ്പൊ നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കണ്ട. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം ഒരു 2 മിനിറ്റ്. അങ്ങനെ നമ്മുടെ അടിപൊളി ചക്ക വെച്ചിട്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പോൾ ചക്ക സീസണൊക്കെ അല്ലേ, അപ്പോൾ ഇതിനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കാം. നമുക്ക് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൽ ഓൾ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്